ഞാൻ അച്ഛൻ ഒരു കഥ പറഞ്ഞു, എങ്ങനെ താമരയ്ക്ക് ക്യൂട്ടിക്കിൾ കിട്ടിയെന്നുള്ളൊരു കഥ ഞാൻ പറഞ്ഞുതരാം. താമര ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. താമരയ്ക്കൊരു പ്രശ്നമുണ്ട്. മഹാദേവനെ തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇരുന്നിരുന്നിരുന്നിരുന്നു ഒരിക്കലും മഹാദേവൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. കുട്ടിയെ വരം ചോദിച്ചോളൂ, എന്താണ് വേണ്ടത്? അപ്പോൾ ഉടനെ താമരക്കുട്ടി ചോദിക്കുക, എൻ്റെ ഫോട്ടോസിന്തസിസ് ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നടക്കുന്നില്ല മഹാദേവ. ഈ വെള്ളമൊക്കെ അപ്പടി വന്ന് തങ്ങി മൈക്രോ ഓർഗാനിസം ഫുൾ കണ്ടാമിനേറ്റ് ആക്കി ഫുൾ അലമ്പാണ്. എനിക്ക് എന്തെങ്കിലും ഒരു റിപ്പലൻറ്റ്, വാട്ടർ റിപ്പലൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ. പെട്ടെന്ന് മഹാദേവൻ, കുട പോലെയൊക്കെ അല്ലേ, നിനക്ക് ഞാൻ ക്യൂട്ടിക്കിളിനെ തരാം എന്ന് പറഞ്ഞിട്ട് ക്യൂട്ടിക്കിളിനെ വരം കൊടുത്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന താമരയിലെ മണ്ടയ്ക്കത്തെ ക്യൂട്ടിക്കിൾ. ആ ക്യൂട്ടിക്കിൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും വെള്ളം താമരയിൽ മാത്രമല്ല ചേമ്പ്, ചേന ഉണ്ടോ, അതിലൊക്കെ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ ഉള്ളത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിക്കോ. ഇതാണ് കഥ. തപസ്സിരുന്നു. അതിന് പകരമായിട്ട് മഹാദേവൻ എന്താ വെച്ചാൽ കേട്ടതെന്ന് വെച്ചാൽ, നിനക്ക് വരമൊക്കെ തന്നതല്ലേ, ഒരു പാല് വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അപ്പോൾ ഞാൻ നിനക്ക് ക്യൂട്ടിക്കിൾ തന്നു, അപ്പോൾ നിൻ്റെ പൂവിലെ ഒരു 100%-ൽ ഒരു 5%-എങ്കിലും നീ മനസ്സ് വിചാരിച്ചിട്ട് എനിക്ക് പൂജയ്ക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ താമരയിൽ പറഞ്ഞു ഓക്കെ. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്. അതാണ് ഇപ്പോഴൊരു ക്ഷേത്രത്തിലൊക്കെ താമര വെച്ചാലായിരിക്കാം പൂജിക്കണത്. ഞാൻ ഗൂഗിളിൽ നോക്കുക.